നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും ഒരു തീപ്പൊരി നിറഞ്ഞ യുദ്ധഭൂമിയായി മാറുമ്പോൾ ലെബനനിലേക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി ഉയർത്തിയ ചോദ്യം വെടിനിർത്തലോ അതോ ഇസ്രയേലിന്റെ വഴി പിന്തുടർന്ന് യുദ്ധം തുടരണമോ? വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് ആഗോള സമാധാനത്തിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള നിർണായക മുന്നറിയിപ്പാണ്. ലെബനനിലെ ഇസ്രയേൽ ആക്രമണങ്ങളെ ശക്തമായി വിമർശിച്ച ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. വെടിനിർത്തൽ വേണോ അതോ ഇസ്രയേൽ വഴിയുള്ള യുദ്ധം തുടരണമോ എന്ന കാര്യത്തിൽ അമേരിക്ക വ്യക്തമായ തീരുമാനമെടുക്കണമെന്നാണ് അബ്ബാസ് അരാഗ്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബെയ്റൂത്തിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് അരാഗ്ചിയുടെ പ്രതികരണം ഉണ്ടായത്. ഇറാൻ US വെടിനിർത്തൽ നിബന്ധനകൾ വ്യക്തമാണ്. ഒരേ സമയം വെടിനിർത്തലും ഇസ്രയേലിനെ മുൻനിർത്തിയുള്ള യുദ്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നും അരാഗ്ചി പറഞ്ഞു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പോസ്റ്റും പങ്കുവച്ചുകൊണ്ട് എക്സിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. രണ്ടിലൊന്ന് അമേരിക്ക തിരഞ്ഞെടുത്തേ മതിയാവൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലെബനനിൽ നടക്കുന്ന കൂട്ടക്കൊലകൾ ലോകം കാണുന്നുണ്ട് എന്ന് അരാഗ്ചി കൂട്ടിച്ചേർത്തു. തീരുമാനമെടുക്കേണ്ടത് അമേരിക്കയാണെന്നും വാഗ്ദാനങ്ങൾ പാലിക്കാൻ അവർ തയ്യാറാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലെബനനിൽ ഇപ്പോൾ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണമുണ്ടായത്. ഇസ്രായേൽ നടത്തുന്ന നിരന്തര വ്യോമാക്രമണങ്ങൾ ലെബനനിലെ സാധാരണ ജനജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യാവകാശങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളും തുറന്നെതിർത്ത് നടക്കുന്ന ഈ ആക്രമണങ്ങൾ ഒരു രാഷ്ട്രത്തിന്റെ സ്വയം രക്ഷയുടെ പേരിൽ നീതീകരിക്കാൻ കഴിയാത്തത്ര ക്രൂരതയിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഓരോ ബോംബ് വീഴുമ്പോഴും അവിടെയുള്ള നിരപരാധികളുടെ സ്വപ്നങ്ങളും ഭാവിയും ചിതറിത്തെറിക്കുകയാണ്. എന്നാൽ ഈ സംഭവങ്ങളിലുടനീളം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായി കരുതപ്പെടുന്ന അമേരിക്കയുടെ നിലപാട് ആശങ്കാജനകമായ നിശബ്ദതയോ അല്ലെങ്കിൽ പരോക്ഷ പിന്തുണയോ എന്ന രീതിയിലാണ് പ്രകടമാകുന്നത്. അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് നയം കൂടുതൽ അപകടകരമാണ്. ഒരു വശത്ത് സമാധാനം, വെടിനിർത്തൽ എന്നീ വാക്കുകൾ സംസാരിക്കുമ്പോൾ മറുവശത്ത് ഇസ്രയേലിന് രാഷ്ട്രീയവും സൈനികവുമായ പിന്തുണ നൽകുന്നത് യുദ്ധത്തെ കൂടുതൽ നീട്ടുകയും രൂക്ഷമാക്കുകയും ചെയ്യുകയാണ്. ഒരു ശക്തമായ രാജ്യമായ അമേരിക്കയ്ക്ക് സമാധാനം ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനു പകരം യുദ്ധത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ അവർ പങ്കാളികളാകുന്നത് ലോകക്രമത്തോടുള്ള വെല്ലുവിളിയാണ്. ഇസ്രയേലിന്റെ നടപടികൾ കൂടി പരിശോധിക്കുമ്പോൾ അത് പ്രതിരോധ നടപടികൾ എന്ന അതിർത്തി കടന്നുപോയി ആക്രമണാത്മക നയങ്ങളിലേക്കാണ് നീങ്ങുന്നതെന്ന് വ്യക്തമാണ്. ഒരു പ്രദേശത്തെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു പകരം മുഴുവൻ മേഖലയെയും അസ്ഥിരതയിലേക്ക് തള്ളിവിടുന്ന രീതിയിലാണ് ഈ നീക്കങ്ങൾ. ലെബനനിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഇതിനകം തന്നെ സംഘർഷഭരിതമായ പശ്ചിമേഷ്യയെ കൂടുതൽ തീപിടിപ്പിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ ഇറാന്റെ പ്രതികരണം വെറും രാഷ്ട്രീയ നിലപാടായി മാത്രം കാണാനാകില്ല, അതൊരു മുന്നറിയിപ്പാണ്. സമാധാനത്തിന് വ്യക്തമായ നിലപാടെടുത്തില്ല എങ്കിൽ ഈ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും നിയന്ത്രണാതീതമായ യുദ്ധത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര സമൂഹം, പ്രത്യേകിച്ച് അമേരിക്ക, ഇനി വ്യക്തമായ തീരുമാനമെടുക്കേണ്ട സമയമാണിത്. സമാധാനത്തിനായോ അതോ യുദ്ധത്തിനായോ എന്നത് വ്യക്തമായി പറയാതെ ഇരിക്കുന്നത് തന്നെ യുദ്ധത്തിന് അനുകൂലമായ നിലപാടായി മാറുകയാണ്. ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ നിയന്ത്രിക്കുകയും വെടിനിർത്തലിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ ലോകത്ത് ശക്തി എന്നത് വെറും സൈനിക ശക്തിയല്ല, മറിച്ച് സമാധാനം ഉറപ്പാക്കാനുള്ള ധൈര്യവും നീതിയുമാണ്. അതിനാൽ മനുഷ്യാവകാശങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മുൻഗണന നൽകി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കയും ഇസ്രയേലും മുന്നോട്ട് വരേണ്ടത് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം ഈ സംഘർഷം ചരിത്രത്തിൽ ഒരു വലിയ മനുഷ്യാവകാശ ദുരന്തമായി രേഖപ്പെടും.